സിസ്റ്റർ ഈയിടെയായിട്ട് സിസ്റ്റർമാർക്കും അച്ഛന്മാർക്കെതിരായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം സിസ്റ്റർ ചിലതൊക്കെ കേൾക്കുമ്പോൾ സിസ്റ്ററിനെ അത് വേദനിപ്പിക്കാറുണ്ടോ? വിഷമമൊക്കെ വരാറുണ്ട്. പിന്നെ ഞാൻ അത്രയും ബോധർ ചെയ്യാറില്ല. കാരണം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത്രയാണ്. കാരണം ഈശോ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയത്, ഇപ്പം അവൻ നടന്ന അതേ വഴിയിലൂടെ ഞാനും നടക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈശോയ്ക്ക് കിട്ടിയ ആ സാഹചര്യങ്ങളൊക്കെ ഈശോയുടെ മണവാട്ടിയെ നമുക്കും കിട്ടും. അപ്പം പിന്നെ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുക അല്ലാണ്ട് വേറൊരു ഓപ്ഷനോ അല്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയണത്. അപ്പം അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ചിലത് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമമൊക്കെ തോന്നാറുണ്ട്. ദൈവമേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ആൾക്കാർ എന്നൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ ഔട്ട്പുട്ട് വരുന്നതെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കും ഈശോയുടെ മണവാട്ടിമാർക്ക് നമ്മൾ കെട്ടിയവൻ്റെ സ്വത്തിൽ പങ്കുണ്ടെന്ന് പറയണ പോലെ അവൻ്റെ എല്ലാം നമുക്കും കിട്ടും. അതുകൊണ്ട് അത് മേടിക്കുക, സ്വീകരിക്കുക. ഇപ്പോൾ ഒരുപാട് യൂത്തിന് സിസ്റ്ററിനെ പോലെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നെ ഈശോ വിളിച്ചിട്ടുണ്ടോ അതോ വിളിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നതാണോ? അപ്പം അവരോടൊക്കെ സിസ്റ്ററിനെ എന്താണ് പറയണത്? എന്ത് തോന്നുമ്പോഴാണ് നിങ്ങൾ സിസ്റ്റർ ആവാനോ അച്ഛനാവാനോ ഒക്കെ വരണ്ടേ എന്നൊക്കെ എന്താണ് പറയാനുള്ളത് സിസ്റ്റർ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കണ പോലെ അസ്ഥികൾക്കിടയിൽ അടഞ്ഞു കിടക്കുന്ന ഒരു അഗ്നി, അതിനെ അടക്കി നിർക്കാൻ എനിക്ക് ശരിക്കും ആ വചനം വായിക്കുമ്പോൾ എൻ്റെ ജീവിതമായിട്ട് ഒത്തിരി ബന്ധമുള്ള പോലെ എനിക്ക് തോന്നും. അതിനെ അടക്കി നിർത്താൻ ഞാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. പക്ഷെ അത് പിന്നെ ആളി കത്തുന്നേ ഉള്ളൂ. ദൈവവിളി എന്ന് പറഞ്ഞൊരു അഗ്നിയാണ്, അത് തീയാണ്. അത് നമ്മൾ എത്രത്തോളം അണയ്ക്കാൻ ശ്രമിച്ചാലും അത് ഉള്ളിൽ കിടന്ന് കത്തിയിരിക്കും. കാരണം അത് കർത്താവിൻ്റെ ആവശ്യമാണ്. ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും കർത്താവ് എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ ഒറ്റ ഉത്തരവുള്ളൂ, ഈശോയ്ക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഒരു കഴുതേനെ കൊണ്ട് ഈശോയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഈശോയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇന്നത്തെ യുവജനങ്ങൾക്ക് ശരിക്കും അവരൊത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വിളി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഇവിടെയാണെങ്കിലും മക്കൾ കടന്നു വരുമ്പം അവർക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം ഞാനിപ്പോൾ ഒരു സിസ്റ്റർ ആകണമെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചാലും, എൻ്റെ വീട്ടുകാരെത്ര ആഗ്രഹിച്ചാലും, നാട്ടുകാരെത്ര ആഗ്രഹിച്ചാലും, ഈവൻ പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചാൽ പോലും ഞാൻ സിസ്റ്റർ ആവത്തില്ല. പക്ഷെ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ വഴി പോയാലും ഞാൻ സിസ്റ്റർ ആയിരിക്കും. അതിപ്പോൾ എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും കർത്താവ് എന്നെ ആ വഴിയിൽ കൊണ്ടുവന്നിരിക്കും. അതാണ് എനിക്ക് ഇന്നത്തെ യുവജനങ്ങൾ പറയാൻ. പിന്നെ നമ്മളെ യോനാ പ്രവാസൻ്റെ ഒക്കെ കാണുന്നുണ്ടല്ലോ, ഏതൊക്കെ വഴി പോയാലും ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെയാണെങ്കിൽ എന്തൊക്കെ ഞാൻ സ്കൂട്ടാവാൻ ശ്രമിച്ചാൽ അവസാനം കർത്താവ് എന്നെ അവൻ്റെ കരയെ കൊണ്ടുവന്ന് ഇട്ടു. അപ്പം ഈശോ നയിക്കും. സിസ്റ്റർ ഇപ്പോൾ ആയിരിക്കുന്ന കോൺഗ്രിഗേഷനെ പറ്റി ഒന്ന് പറയുമോ? ഏത് കോൺവെൻറ്റിലാണ്, എവിടെയാണ്? ഞാൻ ആയിരിക്കുന്നത് MST കോൺഗ്രിഗേഷനാണ്, മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ്. ഞാൻ അതിൻ്റെ നിർമ്മല പ്രോവിൻസിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ ആലുവയിലാണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ്. ഇപ്പം ഞാൻ പ്രൊവിൻഷ്യൽ ഹൗസിലാണ്. അപ്പോൾ ഞങ്ങൾ രോഗി ശുശ്രൂഷയാണ് ഞങ്ങളുടെ പ്രധാനമായ പ്രേക്ഷിത ദൗത്യം. അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവാഞ്ചലൈസേഷൻ, അതുപോലെ തന്നെ മറ്റെല്ലാ ഇപ്പം സോഷ്യൽ വർക്കിലൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിലൂടെ എല്ലാം ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ആഗ്രഹം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞാനിങ്ങനെ സെർച്ച് ചെയ്തത് ഇങ്ങനെ മിഷനാണ് നോക്കിയത്, എന്ത് മിഷന് പോകാൻ പറ്റുന്നൊക്കെ. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ നാഗാലാൻഡിലും അതുപോലെ ഒറീസയിലും മിഷനുണ്ട്. മിഷൻ പ്രദേശങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. സഭയിൽ പല സ്ഥലങ്ങളിലുണ്ട്. എന്നാലും ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ കീഴിലുള്ള പ്രധാന മിഷൻ സ്റ്റേഷനാണ് ഇതൊക്കെ. മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ട്. അപ്പോൾ നാഗാലാൻഡ് മിഷൻ കണ്ടാണ് ഞാൻ ഒത്തിരി ആകൃഷ്ടയായത്. കാരണം ഞാൻ നടത്തി വന്ന സമയത്ത് അവിടെ പോയ സിസ്റ്റേഴ്സ് അതിൻ്റെ ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ വന്നു. അങ്ങനെ ഒത്തിരി അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ പാലിയേറ്റീവ് കെയറിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി ആത്മാക്കളെ ഈശോയ്ക്ക് നേടാനായിട്ട് അതിലൂടെയൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഫാർമസി കോളേജുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഈശോയ്ക്ക് വേണ്ടി പലവിധ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ സഭ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹം? ഫ്യൂച്ചറിൽ ഭാവിയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലാണ്. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം യുവജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ കുഞ്ഞാളോട്ട് ഇനി പാവപ്പെട്ടവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരോട് ചേർന്ന് അവർക്ക് വേണ്ടി ജീവിക്കാം. ഇപ്പോൾ ഈശോ കാണിച്ചു തന്നൊരു വഴി, പഞ്ഞിക്കാരനസ് നടന്നൊരു വഴി, ആ വഴിയിലൂടെയൊക്കെ നടന്ന് ആർക്കെങ്കിലൊക്കെ ഇപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ആരുടെയെങ്കിലും മനസ്സിൽ ജനിക്കണമെന്ന് പറയണ പോലെ തന്നെ ആർക്കെങ്കിലൊക്കെ ഒരു നന്മ ചെയ്തിട്ട് കടന്നു പോകണം. അത്ര തന്നെ ആഗ്രഹം. ഓക്കെ.